കടുവയെ കിടുവ പിടിക്കും എന്ന് കേട്ടിട്ടുണ്ടല്ലോ. പക്ഷെ അതൊരു വല്ലാത്ത പ്രയോഗമാണ്. അതായത് കടുവയാണ് ഏറ്റവും വലിയ ആള്, അയാളാണ് അവിടുത്തെ ഏറ്റവും വലിയ രാജാവ്. പക്ഷേ ആ കടുവയെ കിടുവ പിടിക്കുക എന്ന് പറഞ്ഞാൽ കടുവ പരാജയപ്പെട്ടു അല്ലെങ്കിൽ കടുവയ്ക്ക് ശക്തിയില്ലാതായി എന്നൊക്കെയാണ് അതിൻ്റെ ഒരു പ്രയോഗത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ പാലക്കാട്ട് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ആ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പാലക്കാട് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി EN സുരേഷ് ബാബു ഇപ്പോൾ ഒരു പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നു. അതായത് കള്ള വോട്ടുകൾ വളരെ അധികമായിട്ട് UDFകാർ ചേർത്തിരിക്കുന്നു വോട്ടർ പട്ടികയിൽ എന്നാണ്. നോക്കണേ, വോട്ടർ പട്ടിക എന്ന് പറയുന്നത് അതാത് ഗവൺമെൻറ്റാണ് രൂപീകരിക്കുന്നത്, അതായത് ഉദ്യോഗസ്ഥന്മാരാണ്. ഉദ്യോഗസ്ഥന്മാർ തന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ കീഴിലാണ് ഈ വോട്ടർ പട്ടിക ഉണ്ടാക്കുന്നതെങ്കിൽ പോലും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരാണ്. ആ വോട്ടർ പട്ടികയിൽ പിന്നെ UDFൻ്റെ 800-ലധികം പുതിയ വോട്ടർമാരെ ചേർത്തിരിക്കുന്നു, അനധികൃതമായി ചേർത്തിരിക്കുന്നു, വ്യാജമായി ചേർത്തിരിക്കുന്നു എന്നാണ് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി സുരേഷ് ബാബു പരാതിയുമായിട്ട് വന്നിരിക്കുന്നത്. അവിടെയാണ് ഞാൻ ആലോചിച്ചത്, അവിടെ കടുവയെ കിടുവ പിടിക്കുമോ എന്ന്. പണ്ട് ഈ വ്യാജ വോട്ടുകൾ ചേർക്കുന്നതും വ്യാജ വോട്ടുകൾ ചെയ്യുന്നതും കള്ള വോട്ടുകൾ ചെയ്യുന്നതുമെല്ലാം CPMൻ്റെ ഒരു കുത്തകയായിരുന്നു. CPMന് മാത്രമേ അതിനുള്ള തന്ത്രം അറിയാമായിരുന്നുള്ളൂ. CPMന് വോട്ട് ചെയ്യുന്ന ആൾക്കാരെ വിവിധ മണ്ഡലങ്ങളിൽ വിവിധ ബൂത്തുകളിൽ പല തരത്തിൽ അവർ പേര് ചേർത്ത് വയ്ക്കുമായിരുന്നു. എന്നിട്ട് പിന്നെ വോട്ട് ചെയ്തിട്ട് പുറത്തിറങ്ങി ജനാധിപത്യം ഉപയോഗിച്ച് ഓടിച്ചെന്ന് അടുത്ത ബൂത്തിൽ പോയി വോട്ട് ചെയ്യും. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഞാനിവിടെ ഒരു ജനാധിപത്യം എന്നൊരു വാക്ക് ഉപയോഗിച്ചു. എന്താണെന്നറിയാമോ? അതായത് ഈ വോട്ട് ചെയ്തിട്ട് വിരലിൽ ഒരു മഷി ഇടുമല്ലോ, ആ മഷി ഇട്ട് കഴിഞ്ഞാൽ ആ മഷി അടുത്ത വോട്ട് ചെയ്യാൻ നേരത്ത് മഷി ഉണ്ടെങ്കിൽ വോട്ട് ചെയ്യാൻ അനുവദിക്കില്ല. അപ്പോൾ ജനാധിപത്യം ഉപയോഗിക്കും. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മഷിയാണ്. ഈ മഷി ഉണക്കുന്ന ഒരു പ്രത്യേകതരം സൊല്യൂഷൻ എല്ലാ ബൂത്തുകളിലും CPM രാവിലെ ആകുമ്പോൾ എത്തിക്കുമായിരുന്നു, വാഹനങ്ങളിൽ എത്തിക്കും. എനിക്ക് നല്ല അറിവുള്ളതാണ്. ഞാൻ ഒരു കാലത്ത് ഇടതു മുന്നണിയുടെ പ്രവർത്തനമായിരുന്നപ്പോൾ നമുക്കും അറിയാമെന്നുള്ളതാണ്. എല്ലാ ബൂത്തുകളിലും വാഹനത്തിൽ ഈ കയ്യിൽ വയ്ക്കുന്ന കറുത്ത മഷി മായ്ക്കാനുള്ള മരുന്ന് കൊണ്ടുവരുമായിരുന്നു. അത് വെച്ച് ഒരു തേപ്പ് തേച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ മഷി മായുമായിരുന്നു. അതിനെ അന്ന് പറയുന്നത് ജനാധിപത്യം എന്നാണ്. അപ്പോൾ സഖാക്കൾ പറയും, നമ്മുടെ ജനാധിപത്യം എത്തിയില്ലല്ലോ, കുറച്ച് കള്ള വോട്ട് ചെയ്യാനുണ്ടല്ലോ, ജനാധിപത്യം എത്തിയാലേ പറ്റുള്ളൂ എന്ന് പറയും. അതിൻ്റെ അർത്ഥം ഇങ്ങനെ മഷി മായ്ക്കുന്ന പിന്നെ ഈ മരുന്ന് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതെല്ലാം ചെയ്തുകൊണ്ടിരുന്ന CPM ആണ്. ഇപ്പോൾ CPM പറയുന്നു പാലക്കാട് മണ്ഡലത്തിൽ 800-ലധികം അധിക വോട്ടുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. സുരേഷ് ബാബു പറയുന്നത് പണ്ടാണെങ്കിൽ 18 വയസ്സിനും 20 വയസ്സിനും അകത്തുള്ളവരെയാണ് ഈ കള്ളവോട്ടിൽ ചേർത്തത്. കാരണം പുതിയ പിള്ളേരാകുമ്പം പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. അപ്പം നമ്മളൊക്കെ അങ്ങനെയാണ് ചേർത്ത് കൊണ്ടിരുന്നത്. കാരണം പുതിയ പിള്ളേരെ കുറേ പേരുടെ പേരങ്ങ് ചേർത്ത് വയ്ക്കും, അറിയില്ല. പക്ഷേ ഇപ്പോൾ 40-നും 60-നും ഇടയ്ക്കുള്ളവരുടെ പേരുകളാണ് ഈ UDFകാർ ചേർത്ത് വെച്ചിരിക്കുന്നത്. ഞങ്ങളുടെ പ്രവർത്തകർ ഈ സ്ലിപ്പുമായി പോയപ്പോൾ സ്ലിപ്പ് കൊണ്ടുവന്ന് വീട്ടിൽ കൊടുക്കാൻ പോയപ്പോൾ ആ വീടുകളിലൊന്നും വോട്ടർമാരില്ല, അവരെവിടെയാണെന്നറിയില്ല. ഇത് വല്ലാത്ത ഒരു ചതിയാണ്, ഞങ്ങൾ ഇതിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്, UDF കള്ള വോട്ടർമാരെ വെച്ചിട്ടാണ് ജയിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുള്ള പ്രചരണമാണ് ഇപ്പോൾ സുരേഷ് ബാബു ഇറക്കിയിരിക്കുന്നത്, CPMൻ്റെ ജില്ലാ സെക്രട്ടറി. ഇവിടെയാണ് കടുവയെ കിടുവടിക്കുന്നു എന്ന് പറയേണ്ടി വരുന്നത്. CPM തുടക്കത്തിൽ തന്നെ വോട്ടിംഗ് നടക്കുന്നതിന് മുമ്പ് തന്നെ പരാജയം സംബന്ധിച്ചുകൊണ്ട് ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്നതാണ് എന്നാണ് ഇപ്പോൾ UDFകാർ പറയുന്നത്. മാത്രമല്ല പിന്നെ UDFൻ്റെ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞിരിക്കുന്നത് കള്ള വോട്ട് ചേർക്കുന്നത് ഞങ്ങളല്ല, CPM ആണ്. CPM ഇപ്പോൾ ഈ CPMൻ്റെ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി സരൺ പോലും ഈ മണ്ഡലത്തിൽ താമസക്കാരനല്ല. പക്ഷേ ഇയാൾക്ക് ഇവിടെ ഇപ്പോൾ വോട്ടുണ്ട്, അത് കള്ള വോട്ടല്ലേ, അത് വ്യാജ വോട്ടല്ലേ, വ്യാജമായി ചേർത്തതല്ലേ. തിരുവല്ല മലക്കാരനാണ് ഇയാൾ. ഈ സരൺ എന്ന് പറയുന്ന ആൾ കഴിഞ്ഞതിന് മത്സരിക്കാൻ വേണ്ടിയിട്ട് ഒറ്റപ്പാലത്ത് ചെന്ന് പേര് ചേർത്തു, അവിടെ ഒരു വീട്ടിൻ്റെ പേരിൽ പേര് ചേർത്തു. അത് കഴിഞ്ഞ് ഇപ്പോൾ പാലക്കാട്ട് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പാലക്കാട്ടൊരു സ്ഥലത്ത് പിന്നെ പേര് ചേർത്തിരിക്കുന്നു. ഇതല്ലേ വ്യാജം? അല്ലാതെ സ്വന്തം സ്ഥാനാർത്ഥി പോലും വ്യാജമായിട്ട് പേര് ചേർക്കുമ്പോൾ മറ്റുള്ള പേരുകൾ പറഞ്ഞ് ഒരു മുൻകൂർ ജാമ്യം എടുത്ത് തോൽക്കുമെന്ന് കണ്ടപ്പോൾ മുൻകൂർ ജാമ്യം എടുക്കുകയാണ് CPM നേതൃത്വം എന്നാണ് ഈ പ്രതിപക്ഷങ്ങളും പ്രത്യേകിച്ച് UDF നേതാക്കളും പറയുന്നത്.